ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ആത്മാക്കളിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഇടയിൽ ഉത്തരം കിട്ടാത്ത ഒരുപാട് എനർജി സ്രോതസ്സുകൾ ഉണ്ടെന്ന് വിശ്വസിക്കുകയും അതിൻ്റെ തെളിവുകൾ ശേഖരിക്കുവാൻ ഒരുപാട് ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തിന് സ്വന്തം നാടായ കേരളത്തിൽ നിന്ന് വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ അനുഭവങ്ങളും ഞാൻ തേടിപ്പോയ വഴികളിൽ എനിക്ക് കിട്ടിയ ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നു. ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമമായ ഇൻഫ്രാകോമിനെ പറയാനുണ്ട് ഒരുപാട് പ്രാതകതകളെ കുറിച്ച്. അതിൽ ഞങ്ങൾ നേരിട്ട് പോയി കണ്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കൗതുകവും ഭീതിയും ഉളവാക്കുന്ന ഒരു ഹോണ്ടഡ് ബിൽഡിംഗ് ആണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ആത്മാക്കൾ നമ്മെ ഉപദ്രവിക്കുമോ? ഇവിടെ പോസിറ്റീവും നെഗറ്റീവുമായുള്ള സ്പിരിറ്റുകളുണ്ട്. പോസിറ്റീവായ സ്പിരിറ്റ്സിന് ഒരുപാട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്. പക്ഷെ നെഗറ്റീവായ സ്പിരിറ്റ്സിനും അവർക്ക് നമ്മളോട് സംസാരിക്കുവാനോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അവരുടെ വഴിയിൽ കയറിയാൽ, അവർക്ക് മാർഗതടസ്സമായി നിന്നാൽ അവർ ചിലപ്പോൾ അക്രമകാരികളായി വരാം. ജോർജ് ആൻഡ് ഡ്രാഗൺ പബ് 1360കളിൽ പണികഴിപ്പിക്കപ്പെട്ട ഇംഗ്ലണ്ടിലെ തന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പബ്ബാണിത്. വിക്ടോറിയൻ കാലഘട്ടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഈ ഒരു കെട്ടിടത്തിന് ഒരുപാട് കഥകളുണ്ട് പറയാൻ. അനേകം സിവിൽ വാറുകൾ കണ്ടിട്ടുള്ള ഈ ഒരു കെട്ടിടത്തിന്റെ ഉൾഭാഗം ഇപ്പോഴും പഴം നഷ്ടപ്പെടാതെ അവർ കാത്തുസൂക്ഷിക്കുന്നു. രാത്രി 11 മണിക്ക് ശേഷം ഈ പബ് ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ഹബ്ബായി തീരുന്നു. സംശയമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന ലിങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ആദ്യത്തെ കഥയിലെ നായികയുടെ പേരാണ് സീലിയ. 60 വയസ്സുള്ള സീലിയയെ ലോക്കൽ ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കാലഘട്ടങ്ങളിലെ വസ്ത്രധാരണവുമായി ഒരു വയോധിക ഈ വഴിയിലൂടെ നടന്നു പോകുന്നത് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. പബിനടുത്തുള്ള കറുത്ത പടിവാതിലിൽ ചാരി നിൽക്കുന്നതും ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. എന്നാൽ ഞൊടിയിടയിൽ അവർ അപ്രത്യക്ഷയാവുന്നു. അവരെ തന്നെ ഈ പബിനുള്ളിലെ ഒരു കോർണർ സീറ്റിൽ വിദൂരതയിലോട്ട് നോക്കിയിരിക്കുന്നതായും പലരും ശ്രദ്ധിച്ചു. ഈ കോർണറിൽ വന്നിരിക്കുന്ന ചിലർക്കെങ്കിലും സീലിയയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. മിക്ക ആളുകളും പറയുന്നത് ആരോ അവരുടെ തോളിലോ തലയിലോ തലോടുന്നത് പോലെ തോന്നുന്നുണ്ട് എന്നാണ്. അതുപോലെ ചൂടുള്ള സമയങ്ങളിൽ തണുപ്പും തണുപ്പുള്ള സമയങ്ങളിൽ ചൂടും ഈ ഒരു കോർണറിൽ അനുഭവപ്പെടുന്നു. സീലിയയുമായി ഇവിടുത്തെ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പലതവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവുകളുമുണ്ട്. സീലിയ ഈ പബ്ബിലെ ഒരു ശാന്ത സ്വഭാവക്കാരിയായ ആത്മാവാണെങ്കിൽ, ഈ പബ്ബിലെ തന്നെ ഒരു നെഗറ്റീവ് സ്വഭാവമുള്ള ഒരു ആത്മാവിനെ കുറിച്ച് പറയാം. ഈ പബ്ബിന്റെ ടോയ്ലറ്റ് ഭാഗത്തോട്ട് പോകുന്ന സ്ത്രീകൾക്ക് പലതരത്തിലുള്ള ദുരനുഭവങ്ങളും ഉണ്ടാകുന്നു. ആരോ കഴുത്തിൽ മാന്തിയതായി ഒരു സ്ത്രീ റിപ്പോർട്ട് ചെയ്തു. ആളുകൾ കരുതിയത് അവർ കഥ മെനയുന്നതാണെന്നാണ്. പിന്നീട് മറ്റു പലർക്കും ദേഹത്ത് പോറലുകൾ അനുഭവപ്പെടുന്നു. ചിലർക്ക് അത് ആരോ ഞെരുക്കുന്നതായി തോന്നുന്നു. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് 1880കളിൽ ജീവിച്ചിരുന്ന ജോൺ എന്ന പയ്യനിലേക്ക് എത്തുന്നത്. ജോൺ എന്ന വ്യക്തി ഈ പബ്ബിന്റെ പിൻഭാഗത്തുള്ള പന്നികളെ നോക്കുന്ന ജോലിയായിരുന്നു. നന്നായി മദ്യപിക്കുന്ന ജോൺ ഈ പന്നിക്കൂടിന്റെ മുകളിൽ ഒരു കൂടാരം കെട്ടിയായിരുന്നു ജീവിച്ചിരുന്നത്. ജോൺ ഒരു അന്തർമുഖനായ വ്യക്തിയായിരുന്നു. ആരോടും അധികം സംസാരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അവൻ പബ്ബിൽ വന്ന് പതിവ് പോലെ മദ്യപിച്ചതിന് ശേഷം തിരിച്ച് ഗോവണി വഴി അവൻ കൂടാരത്തിലോട്ട് കയറുമ്പോൾ അതിൽ നിന്നും കാൽ തന്നെ വീണ് തറയിൽ തലയടിച്ച് മരിക്കുകയായിരുന്നു. ജോണിന്റെ ആത്മാവ് ആരോടും സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ജോണിനോട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ജോൺ അവരെയെല്ലാം തള്ളി മാറ്റുകയും ഈ പബ്ബിൽ വരുന്ന സ്ത്രീകളെ മാന്തി മുറിവേൽക്കുകയും ചെയ്യുന്നു. ഒരുമിക്കാനാകാതെ വിങ്ങുന്ന മനസ്സുമായി ഒരു അമ്മയുടെയും 11 പിഞ്ചു കുട്ടികളുടെയും ആത്മാക്കളും ഈ ഒരു പബ്ബിലുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞങ്ങൾക്കും ആദ്യം ഇതൊരു കെട്ടുകഥയാണ് എന്ന് തോന്നിയെങ്കിലും ഇവിടെ കണ്ട കാഴ്ചകൾ ഞങ്ങളെ അത് വിശ്വസിപ്പിച്ചു. 1700കളിൽ സംഭവിച്ച ഒരു തീപിടുത്തത്തിന്റെ അവശിഷ്ടങ്ങൾ ഇന്നും മായാതെ അവിടെ അവശേഷിക്കുന്നു. ഈ തീപിടുത്തത്തിൽ അമ്മയെയും ഈ കുഞ്ഞുങ്ങളെയും ഉപേക്ഷിച്ച് അവരുടെ സ്വന്തം അച്ഛൻ ജനൽ വഴി ചാടി രക്ഷപ്പെട്ടു. പബ്ബിലെ മേലെ നിലയിലുള്ള മുറികളിൽ പരിഭ്രാന്തയായ ഒരു സ്ത്രീയെ ഉറക്കത്തിനിടയിൽ പലതവണ കണ്ടവരുണ്ട്. കൂടെ ചിരിച്ചു കളിച്ച് ഉല്ലസിക്കുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദവും. എന്നാൽ താഴെ നിലയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു കുഞ്ഞിന്റെ തേങ്ങൽ മാത്രം വേറിട്ട് നിൽക്കുന്നു.
പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അഭിപ്രായ പ്രകാരം ഇവർക്ക് പരസ്പരം കാണാമെങ്കിലും ഒരുമിച്ച് ചേരാൻ പറ്റുന്നില്ല. ഈ അമ്മയുടെ ഒരു കുഞ്ഞു മാത്രം താഴെ നിലയിൽ ഒറ്റപ്പെട്ടു പോയി ചരിത്ര രേഖകളിൽ നിന്ന് മനസ്സിലായി. വലിയൊരു അഗ്നിഗോളം അവരെ വേർതിരിക്കുന്നു. ആ തേങ്ങലുകൾ ഇപ്പോഴും അവിടെയുള്ള ജോലിക്കാർക്ക് രാത്രിയുടെ യാമങ്ങളിൽ കേൾക്കാം. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മാക്കൾ ഈ പബ്ബിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചോ? വേദന അനുഭവിച്ച ഇടങ്ങളിലാണ് ആത്മാക്കളുടെ സാന്നിധ്യം എപ്പോഴും അനുഭവപ്പെടുന്നെന്ന് പറയപ്പെടുന്നു. കാലപ്പഴക്കം ചെല്ലുന്തോറും ഈ എനർജി പ്രസൻസ് കുറഞ്ഞു വരുന്നു. അടുത്ത എപ്പിസോഡിൽ ഇവിടെ തന്നെ പുരാതനമായ ന്യൂ ബ്രിട്ടാനിയ ഹോട്ടലിൽ 1827 നടന്ന തീപിടുത്തവും അതിനെ തുടർന്ന് മരണപ്പെട്ട ആത്മാക്കളും ഇന്നും ഇവിടെ അനുഭവപ്പെടുന്ന ഹോണ്ടിങ് അനുഭവങ്ങളെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഇവിടെ താമസിച്ചുകൊണ്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരവും ഈ ഹോട്ടൽ അധികൃതർ പബ്ലിക്കിന് നൽകുന്നുണ്ട്. ഇവിടെ പ്രതിപാദിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും ഗൂഗിൾ സെർച്ച് ചെയ്ത് സത്യമാണോ അതോ കെട്ടുകഥയാണോ എന്ന് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. ഞങ്ങൾ ഇനിയും വരുന്നതാണ് പുതിയ കഥയുമായി. പുതിയ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.